ബി.ജെ.പി. അധികാരത്തിൽ വരാതിരിക്കാൻ എൽ.ഡി.എഫും യു.ഡി.എഫും ഒന്നിച്ചു നിൽക്കുമെന്നാണ് കെ.പി.സി.സി. പ്രസിഡന്റ് ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് വോട്ട് ചോരിയുമില്ല, ഇ.വി.എം അതിൽ പ്രശ്നവുമില്ല. എന്താണ് ഇങ്ങനെ? ഈ തരത്തിലുള്ള രാഷ്ട്രീയ വിഡ്ഢിത്തരങ്ങൾ ആരെങ്കിലും പറയുമോ? ഈ രാജ്യത്ത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താനും CPM-നെ പരാജയപ്പെടുത്താനും BJP-ക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ പരാജയപ്പെടുത്താനും, ഇനി അതുമാത്രമല്ല BJP മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തോട് വിമുഖത കാണിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും പരാജയപ്പെടുത്തി ഒരു വികസന സംവിധാനം കൊണ്ടുവരാൻ, രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കാൻ കഴിയുന്നൊരു രാഷ്ട്രീയം രൂപപ്പെടുത്താൻ കേരളം മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തുകയും അധികാരത്തിലേക്ക് വരികയും മുഖ്യ പ്രതിപക്ഷമാകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എല്ലാവരും ചേർന്നിട്ടില്ലേ BJP സംവിധാനത്തിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്? തിരുവനന്തപുരത്ത് എന്തൊക്കെ ചെയ്തു? BJP പരാജയപ്പെടുത്താൻ എത്ര ശ്രമങ്ങൾ നടത്തി? ഇപ്പോൾ BJPക്ക് ഭരണമുണ്ടായിരുന്ന 12 നഗരസഭയടക്കം BJPയുടെ ഭരണത്തിൽ നിന്ന് മാറ്റാൻ അവിടുത്തെ വോട്ടുകൾ പരിശോധിക്കണം. UDF-ൻ്റെയും LDF-ൻ്റെയും വോട്ടുകൾ ആർക്കൊക്കെ പരസ്പരം മറഞ്ഞുപോയി എന്നുള്ളത്. പക്ഷേ BJPക്ക് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി കിട്ടി, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളും ഈ പ്രസ്താവന ഉന്നയിക്കുന്ന KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളടക്കമുള്ള സ്ഥലങ്ങളിൽ BJPക്ക് സീറ്റുകൾ, വോട്ട് മാത്രമല്ല വോട്ടിൻ്റെ വർധനവ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പുറത്തു വരേണ്ട സാഹചര്യമാണ്. പക്ഷേ സീറ്റുകൾ ഇരട്ടിയോ അതിൽ കൂടുതലോ ആയി മാറി. 35 സീറ്റുണ്ടായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റിലേക്ക് എത്തി. അപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളിലും ഇരട്ടിയായി സീറ്റുകൾ മാറി. അതല്ലെങ്കിൽ സീറ്റിൽ വർധനയുണ്ടായി, സീറ്റ് നഷ്ടപ്പെട്ടു എന്നൊരു ആരോപണമില്ല. അപ്പോൾ ഈ ജനങ്ങൾ വോട്ട് ചെയ്ത് BJPയെ ജയിപ്പിക്കുമ്പോൾ വോട്ട് ചോരി, അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ വെറുതെ നമുക്ക് ചാനലിൽ വന്ന് വർത്തമാനം പറയാമെന്നുള്ളതല്ലാതെ ജനങ്ങൾ അംഗീകരിക്കുന്നു. ആ ജനങ്ങളുടെ അംഗീകാരത്തെ നോക്കിക്കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ LDF-ൻ്റെ വോട്ട് കൊണ്ടാണോ, LDF-ൻ്റെ വോട്ടുകൾ മാറിച്ചതുകൊണ്ടാണോ UDF-ന് സീറ്റുകൾ കിട്ടിയത്, UDF സ്ഥാനാർത്ഥികൾ ജയിച്ചത്? അതുകൂടി പറയണ്ടേ? എന്തായാലും BJPയുടെ വോട്ടുകൾ അതിന് കിട്ടാൻ വഴിയില്ലല്ലോ. യാതൊരു സാധ്യതയും UDF-ലേക്ക് ഒരു വോട്ട് പോലും BJPയിൽ നിന്ന് പോകാനുള്ള സാധ്യതയില്ല. പിന്നെ ആരുടെ കിട്ടണം? LDF-ൻ്റെ വോട്ടുകൾ വേണ്ടേ കിട്ടാൻ? BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്ന 20% വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് അത് 24% മാറിയിരിക്കുന്നു. കേരളത്തിൽ ചില പ്രദേശങ്ങളിൽ അത് 50% എത്തുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. പല സ്ഥലങ്ങളിലും ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 60%-ഉം 70%-ഉം ഒക്കെ വോട്ടുകൾ BJP സ്ഥാനാർത്ഥികൾക്ക് പാലക്കാടും തിരുവനന്തപുരത്തുമൊക്കെ പല സ്ഥലങ്ങളിലും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആകെ പോൾ ചെയ്യുന്ന വോട്ടിൻ്റെ 60%-ഉം 70%-ഉം ഒക്കെ ഒരു വാർഡിൽ BJPക്ക് അനുകൂലമായി ജനങ്ങൾ മാറ്റുന്നത്? അപ്പോൾ സ്വാഭാവികമായും അത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിനെ തുടർന്ന് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അതിനെ കാണാതെ, അത് മനസ്സിലാക്കാതെ ഈ തരത്തിൽ പ്രസ്താവനകൾ നടത്തി എന്നുള്ളത് കൊണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തെ ഒരു തരത്തിലും തടഞ്ഞു നിർത്താനാവില്ല. സാധാരണ പറയാറുള്ളത് BJP-യും CPM-ഉം തമ്മിൽ ബാന്ധവം എന്നാണല്ലോ. ഇപ്പോൾ ഇത്തവണ അത് മാറ്റിപ്പിടിക്കുകയാണ്. ഞങ്ങൾ BJP-ക്കെതിരെ UDF-ഉം LDF-ഉം ഒന്നിക്കുന്നാണല്ലോ പറയുന്നത്. അതാണല്ലോ സ്ഥിതി. ഇപ്പം കേരളത്തിൽ സത്യം എന്താണെന്നുള്ളത് സത്യത്തിൽ ജനങ്ങൾക്ക് ആകെ കേരളത്തിൻ്റെ തലസ്ഥാനം സെക്രട്ടേറിയറ്റ്, നിയമസഭ, എല്ലാ പാർട്ടികളുടെയും സംസ്ഥാന ഓഫീസുകൾ, പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രം, എല്ലാ സർക്കാർ സംവിധാനങ്ങളുടെയും കേന്ദ്രം, ഇതെല്ലാം ഇരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര സീറ്റാണ് BJP കിട്ടിയിട്ടുള്ളത്? ആകെയുള്ള സീറ്റിൻ്റെ 50%, 101 സീറ്റിൽ 50 സീറ്റുകൾ. അപ്പോൾ സ്വാഭാവികമായും ബംഗാളിലും ത്രിപുരയിലുമൊക്കെ അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ മാറിയപ്പോൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ഭരണ സംവിധാനങ്ങൾ മാറിയപ്പോൾ സാധാരണ കോൺഗ്രസ്സുകാർക്കൊരു ധാരണയുണ്ടായിരുന്നു, ഇതെല്ലാം കോൺഗ്രസ്സിലേക്കാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത്. ത്രിപുരയിൽ ഭരണം മാറിയപ്പോൾ BJP-യാണ് വന്നത്. ഇടതുപക്ഷ ഭരണം പോയപ്പോൾ BJP-യാണ് ഭരണത്തിൽ വന്നത്. ബംഗാളിൽ കോൺഗ്രസ് അല്ല വന്നത്, BJPക്ക് വലിയ മുന്നേറ്റമുണ്ടായി. പക്ഷേ മമതാ ബാനർജിയാണ് വന്നത്. അപ്പോൾ LDF പരാജയപ്പെടുന്നിടത്ത് BJP-യാണ് റീപ്ലേസ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കക്ഷിയായി മാറുന്നത്. പല സ്ഥലങ്ങളിലും, ഉദാഹരണത്തിന് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ LDF ജയിക്കുമെന്നാണ് തൃശ്ശൂർ പറഞ്ഞത്. എത്ര സ്ഥാനത്തൊക്കെ പോയത്? അപ്പോൾ കേരളത്തിലെ പല പഞ്ചായത്തുകളും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ടുകൾ വീണ്ടും പരിശോധിക്കേണ്ട സമയം
പരിശോധന കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പല സ്ഥലങ്ങളിലും UDFും LDFും ഒക്കെ 3-ാം സ്ഥാനത്തേക്ക് പോയ സ്ഥലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ വന്നിട്ടുള്ള സ്ഥലങ്ങൾ, അതെല്ലാം ഇവർ ഭരിച്ചിരുന്നതോ ഇവർക്ക് പൂർണ്ണമായും വലിയ തരത്തിൽ വോട്ട് കിട്ടിയിരുന്നതായിട്ടുള്ള വാർഡുകളാണ്. ആ വാർഡുകൾ, അതാ ഞാൻ സൂചിപ്പിച്ചത്, BJPക്ക് കിട്ടിയിട്ടുള്ളത് 50%-മോ 50%-ത്തിലോ കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് മുന്നണികളെയും ജനങ്ങൾ പതുക്കെ റീപ്ലേസ് ചെയ്യുന്നു എന്നതാണ്. റീപ്ലേസ് ചെയ്യാൻ ഇപ്പോൾ LDFിനെ റീപ്ലേസ് ചെയ്താൽ UDFിലേക്കല്ല പലപ്പോഴും പോകുന്നത്, BJPയിലേക്കാണ്. UDFിനെ റീപ്ലേസ് ചെയ്താൽ LDFിലേക്ക് പൂർണ്ണമായും പോകുന്നില്ല, BJPയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരു പൊതുവായിട്ടുള്ള രാഷ്ട്രീയ ചിത്രത്തിൽ BJP ഒരു റീപ്ലേസ് ചെയ്യപ്പെടുന്ന മുന്നണിക്കോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ബദലായി നിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി ജനങ്ങൾ വിശ്വസിക്കുന്നു. സ്വാഭാവികമായും അത് കൂടി വരും. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് VD സതീശൻ പ്രതിപക്ഷ നേതാവാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തെ BJPയുടെ നേട്ടത്തിന് കാരണം CPMന്റെ ഭൂരിപക്ഷ പ്രീണനമാണെന്ന് പറയുന്നുണ്ട്. ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു മേയർ സ്ഥാനാർത്ഥിയെ നിർത്തി തിരുവനന്തപുരം പിടിക്കാൻ വേണ്ടി മുൻ KPCC പ്രസിഡന്റുമാരും കോൺഗ്രസിൻ്റെ മുഴുവൻ സംസ്ഥാന നേതൃത്വവും കിണഞ്ഞ് പരിശ്രമിച്ചതാണ്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ തള്ളിക്കളഞ്ഞത് എന്ന് അവർ പരിശോധിക്കുകയല്ലേ വേണ്ടത്. എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് 15 സീറ്റിലേക്ക് അവർ ഒതുങ്ങി? എന്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ വേണ്ടി കഴിഞ്ഞില്ല? ഇതെവിടെയാണെന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കേരളം ഭരിക്കുന്ന മുന്നണിയോ പാർട്ടിയോ ഏതാണെങ്കിലും ആ ഭരിക്കുന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും മുകളിൽ ആ നഗരസഭ ഭരിക്കുന്ന ഒരു സംവിധാനമായി, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏറ്റവും ശക്തമായ സംവിധാനമായി കോർപ്പറേഷൻ ജനങ്ങൾ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഭരിക്കുന്ന പാർട്ടികൾ കേരളം ഭരിക്കുമ്പോൾ തന്നെ, മുന്നണികൾ ശക്തമായി നിൽക്കുമ്പോൾ തന്നെ ഒറ്റക്കക്ഷിയായി മത്സരിച്ച, താമര ചിഹ്നത്തിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണമേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഏറ്റവും നല്ല സൂചനയല്ലേ? പ്രതിപക്ഷ നേതാവിന് അത് മനസ്സിലാവാത്തത് കൊണ്ടല്ലല്ലോ. അദ്ദേഹത്തിന് ഒരു ആരോപണം ഉന്നയിക്കണം, അത്രയേ ഉള്ളൂ. ഈ മലപ്പുറത്ത് ഭരിക്കുന്നതിൽ മലപ്പുറം ആരുടെ കൈകളിലാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു സങ്കടവും ഇല്ല. BJP വരുമ്പോഴാണ് ഇവർക്കൊക്കെ പ്രശ്നം. സണ്ണി ജോസഫ് അദ്ദേഹത്തിനായാലും ഈ പറയുന്നത് പോലെ എന്തൊക്കെ എവിടെ സംഭവിച്ചാലും പ്രശ്നമില്ല. BJP വരുമ്പോൾ വർഗീയത എന്നാണ് ആ ഒറ്റ കാർഡ് ഇറക്കിക്കൊണ്ടാണ് ഇവർ ഇപ്പോഴും പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികളും ആരെയൊക്കെയാണ് കൂട്ടുപിടിച്ചത്? INL, ജമാഅത്തെ ഇസ്ലാമി, SDPI, പഴയ PDPക്കാർ, പഴയ NDFകാർ, എല്ലാ തീവ്രവാദ ജനവിരുദ്ധ മുന്നണികളും ആളുകളും കൂട്ടായ്മകളും സംഘടനകളും നിരോധിക്കപ്പെട്ട സംഘടനകളും ഒക്കെ ഈ രണ്ട് മുന്നണിയുടെയും ഭാഗമാണ്. ഇവരെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ഈ സ്ഥലങ്ങളിലെല്ലാം, ഈ പറയുന്ന തിരുവനന്തപുരത്താണെങ്കിലും പാലക്കാടാണെങ്കിലും തൃപ്പൂണിത്തുറയിലാണെങ്കിലും BJPക്ക് പഞ്ചായത്ത് ഭരണം കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ ഈ തരത്തിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് BJPയെ പരാജയപ്പെടുത്താം. രണ്ട്, ഇപ്പോൾ ചില പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ BJPക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ, BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ, LDFിലെ പാർട്ടികൾക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ, ഇതൊക്കെ പരിശോധിച്ചാൽ BJP ചെറിയ വോട്ടിന് 50 വോട്ടിന് 100 വോട്ടിന് 25 വോട്ടിന് ഒക്കെ പരാജയപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം ഈ രണ്ട് മുന്നണികളുടെയും വോട്ട് എവിടെ പോയി എന്നുള്ളത് നോക്കണ്ടേ? ചില ഡിവിഷനുകളിൽ UDFിൻ്റെ വോട്ട് കാണാനില്ല. ഞാൻ ഇന്ന് രാവിലെ ഒരു വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ്, ഒരു സ്ഥലത്ത് LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കറിയില്ല, പരിശോധിക്കണം എങ്ങനെയാണിത് വന്നത് എന്നുള്ളത്. അപ്പോൾ LDF വിമതനാണെങ്കിലും LDF ഭരിക്കുന്ന ആളുകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ പാലക്കാട്ടെ പോലെ ജയിച്ചിട്ടുള്ള വാർഡുകളും എടുത്ത് നോക്കിയാൽ ജയിച്ച സ്ഥാനാർത്ഥികളുടെ ആകെ കിട്ടിയ വോട്ട് 60%-നും 70%-നും ഇടയ്ക്കാണ്. ജനങ്ങൾ എങ്ങനെയാണ് അങ്ങനെ പിന്തുണയ്ക്കുന്നു? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഇത്രയും കാലം 10 വർഷക്കാലത്തോളം ഭരിച്ചില്ലേ? ആ 10 വർഷക്കാലത്തോളം ഭരിച്ചിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ 50 സീറ്റിലേക്ക് ഈ രണ്ട് മുന്നണികളെയും തള്ളി BJPക്ക് ജനങ്ങൾ അംഗീകാരം നൽകണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ആ ജനങ്ങളുടെ വിശ്വാസം അവർക്ക് നഷ്ടപ്പെടുന്നു. ജനങ്ങളുടെ വിശ്വാസം രണ്ട് മുന്നണികൾക്ക് നഷ്ടപ്പെടുന്നു. ജനങ്ങളുടെ വിശ്വാസം ആർക്കുണ്ടോ അവരാണ് ജയിച്ചു വരിക. ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും
പരസ്പരം ധാരണയുണ്ടാക്കിയെന്ന് പറയലൊക്കെ എത്രയോ വർഷമായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു 30 വർഷത്തിൽ കൂടുതലുള്ള നിരന്തരമായി പറയുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒക്കെ പറയുന്ന അതേ രാഷ്ട്രീയ നയം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ബി ജെ പിയുടെ വോട്ടുകളും ബി ജെ പിയുടെ സീറ്റുകളും ഈ 30 വർഷക്കാലത്തിനുള്ളിൽ എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്, ജനങ്ങൾ എത്രത്തോളം നൽകിയിട്ടുണ്ട്. ഒരു എം പിയെ ജയിപ്പിക്കാൻ, MLA ജയിപ്പിക്കാൻ, നഗരസഭകളുടെ ഭരണമേൽപ്പിക്കാൻ, കോർപ്പറേഷൻ്റെ ഭരണമേൽപ്പിക്കാൻ ജനങ്ങളിപ്പോൾ വിശ്വാസത്തിൽ കാണുന്ന പാർട്ടിയായി ബി ജെ പി മാറുന്നു. ജനങ്ങൾ അംഗീകരിക്കുന്നു. അതിൽ വോട്ട് ചോരി പറഞ്ഞാലും അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എന്തായാലും ബി ജെ പിയെ ജയിപ്പിക്കാൻ UDF, ബി ജെ പിയെ ജയിപ്പിക്കാൻ LDF ഒരു വോട്ട് ചെയ്യുമെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കൂ? സാധാരണക്കാർ വോട്ടർമാർ വിശ്വസിക്കൂ? അങ്ങനെ വിശ്വസിക്കാൻ മണ്ടന്മാരാണോ കേരളത്തിലെ ആളുകൾ? ഇവരാരെയാണ് ഈ മണ്ടത്തരത്തിലേക്ക് കൊണ്ട് ചാടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? കേരളത്തിലെ വോട്ടർമാരെയല്ലേ? അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലില്ല. ബി ജെ പിക്ക് കിട്ടുന്നത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തിൻ്റെയും പിന്തുണയാണ്. ആ പിന്തുണ കൂടി വരും. നിങ്ങൾ വികസന വിരോധികളും നിങ്ങൾ ജനവിരുദ്ധരും നിങ്ങൾ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയില്ലാത്തവരും നിങ്ങൾ നിരന്തരമായി അഴിമതി നടത്തുന്നവരുമായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ ജനം മാറ്റി നിർത്തും. രാജ്യത്ത് ഭരണം ബി ജെ പി രണ്ടാമതും മൂന്നാമതും ഒക്കെ ഏൽപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ജനങ്ങൾ ആ വിശ്വാസത്തിലേക്ക് ഈ സംവിധാനത്തെ എല്ലാം തകർത്തുകൊണ്ട് വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഇനിയും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കും. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വിശ്വസിക്കും. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളം കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈ മുന്നണികൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇവരെല്ലാം ബി ജെ പി എതിർക്കുമ്പോഴും ബി ജെ പി മുന്നോട്ട് പോകുന്ന സാഹചര്യം മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. അത് ജനങ്ങളുടെ അംഗീകാരമാണ്, വോട്ടർമാരുടെ അംഗീകാരമാണ്. അത് ഇനി അങ്ങോട്ട് വർദ്ധിച്ചു വരും. ഇവർ ഏത് രാഷ്ട്രീയ പാളയത്തിലേക്ക് പോയി ചേരും? ഇവർ ഒരുമിച്ചാണല്ലോ നിൽക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ LDFും UDFും എല്ലാ പാർട്ടികളും ഒരുമിച്ചാണല്ലോ നിൽക്കുന്നത്. ആ മുന്നണി രാഷ്ട്രീയം ഇനി കേരളത്തിൽ രണ്ടായി മാറാൻ വേണ്ടി പോവുകയാണ്. ഇവർക്ക് ഇനി ബി ജെ പിക്കെതിരെ ഒരുമിച്ച് നിൽക്കാതെ ഇവർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ദേശീയ രാഷ്ട്രീയം പതുക്കെ കേരളത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പിയെ മാറ്റി നിർത്താൻ ഇന്നലെയൊക്കെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത, തിരുവനന്തപുരത്ത് ബി ജെ പിയെ മാറ്റി നിർത്താൻ 2 മുന്നണികളും കൂടി ഒരുമിക്കുന്നതാണ്. അങ്ങനെ അല്ലാതെ ഇനി ഇവർക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരള രാഷ്ട്രീയം ഇനി കാണാൻ പോകുന്നത് ഈ 2 മുന്നണികളും ഒരുമിച്ച് ബി ജെ പിയെ നേരിടുന്ന, ഒരുമിച്ച് ബി ജെ പിക്കെതിരെ നീങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്.